ബിസിനസ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്ന ബെയിൽമെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിലും നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്ന കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, അതുപോലെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്താണെന്നൊക്കെ ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവയുടെയും മറ്റുള്ളതിൻ്റെ എല്ലാ ലിങ്കുകളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബെയിൽമെൻറ്റ് എന്നുള്ള ഒരു വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ടു ഡെലിവർ എന്ന മീനിങ് ഉള്ള ബെയിലിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു വസ്തു ഡെലിവർ ചെയ്യുമ്പം അതിൽ നിന്ന് ഉണ്ടാവുന്ന കോൺട്രാക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഒരു എക്സാമ്പിൾ പറയാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സ്കൂട്ടർ നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അവിടെ താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ നമ്മുടെ വസ്തു അങ്ങോട്ട് കൈമാറുകയാണ് അല്ലേ. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ നമ്മളെ ടൈലറെ ഏൽപ്പിക്കുന്നു. അവിടെയും നമ്മളത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വാങ്ങിക്കുന്നുണ്ട്, താൽക്കാലികമായിട്ട് നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ബെയിൽമെൻ്റ് എന്ന് പറയും. ഇനി അതെന്താണെന്ന് നോക്കാം. ലീഗൽ സെൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് വോളണ്ടറി ചേഞ്ച് ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ്. എന്തെങ്കിലും ഒരു ആവശ്യാർത്ഥം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രം വോളണ്ടറി ചേഞ്ച് ചെയ്യുമ്പോൾ, താൽക്കാലികമായിട്ട് സ്വമേധയാ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. The ownership of the goods is with one person and the possession is with another person. ഓണർഷിപ്പ് ഒരാളുടെ അടുത്തായിരിക്കും, അതായത് ഓണർഷിപ്പ് യഥാർത്ഥ ഓണറുടെ അടുത്ത് തന്നെ ആയിരിക്കും. അതിൻ്റെ പൊസഷൻ മാത്രമാണ് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മറ്റ് ഏതാനും എക്സാമ്പിൾസ് നോക്കാം. ഡെലിവറിങ് എ സൈക്കിൾ ഫോർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കിൾ ഷോപ്പിൽ ഏൽപ്പിക്കുന്നത് അല്ലേ. ആ റിപ്പയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ സൈക്കിൾ നമ്മൾ തിരിച്ച് വാങ്ങിക്കും. നമ്മളതിന് ഓണർഷിപ്പ് കൈമാറുന്നില്ല, ജസ്റ്റ് ആ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസത്തിന് അവരെ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ ഡെപ്പോസിറ്റിംഗ് ലഗേജ് ഇൻ ക്ലോക്ക് റൂം, അതുപോലെ ഡെലിവറിങ് ഗോൾഡ് ടു ഗോൾഡ് സ്മിത്ത് ഫോർ മേക്കിംഗ് ഓർണമെൻറ്റ്സ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് ഗോൾഡ്. അത് അതിൻ്റെ ഓർണമെൻറ്റ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഗോൾഡ് സ്മിത്തിനെ ഏൽപ്പിക്കുന്നത്. ഇതെല്ലാം എന്താണ്, ബെയിൽമെൻ്റ് ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 148 ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. A bailment is the delivery of goods by one person to another for some purpose upon a contract. ഒരു കോൺട്രാക്റ്റിൽ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതാണ് ബെയിൽമെൻറ്റ്. ദാറ്റ് ദേ ഷോൾ വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്. നമ്മുടെ ആ ഒരു പർപ്പസ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, കാര്യം എന്താണെന്നുള്ളത് അത് പൂർണ്ണമായി കഴിഞ്ഞാൽ, ബി റിട്ടേൺഡ്, നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ദ പേഴ്സൺ ഡെലിവറിങ് ദം. അല്ലെങ്കിൽ അത് തന്ന വ്യക്തി, ഡെലിവർ ചെയ്ത വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റാണ് ബെയിൽമെൻ്റ് എന്നുള്ളതാണ് നമ്മുടെ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 148 അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡെലിവറി ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഡെലിവറി നടക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് നടക്കുന്നില്ല, ഓണർഷിപ്പിൻ്റെ കൈമാറ്റം നടക്കുന്നില്ല. ഡെലിവറി ഓഫ് ഗുഡ്സ് ഈസ് ഫോർ സം പർപ്പസ്, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൈമാറ്റം ചെയ്യുന്നത്. വെൻ ദാറ്റ് പർപ്പസ് ഈസ് അച്ചീവ്ഡ് ദ ഗുഡ്സ് ആർ ടു ബി റിട്ടേൺ. പർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, റിട്ടേൺ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇനി ദ പേഴ്സൺ ഹൂ ഡെലിവേർഡ് ദ ഗുഡ്സ് ഈസ് കോൾഡ് ബെയിലർ. ആരാണോ ഗുഡ്സ് ഡെലിവർ ചെയ്തത്, ആരാണോ ഗുഡ്സ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും, ബെയിലർ എന്ന് പറയും. ദ പേഴ്സൺ ടു ഹും ദേ ആർ ഡെലിവേർഡ് ഈസ് കോൾഡ് ബെയിലി. ആർക്കാണോ ഗുഡ്സ് കൊടുക്കുന്നത്, ആരാണോ അത് വാങ്ങിച്ച് കൈവശം വെക്കുന്നത്, അവരെ നമ്മൾ എന്ത് പറയും, ബെയിലി എന്ന് പറയും. ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ബെയിൽമെൻറ്റ്. ബെയിലറുടെയും ബെയിലിയുടെയും ഇടയിൽ നടക്കുന്ന ആ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ബെയിൽമെൻറ്റ് എന്നും കൂടെ വിളിക്കും. ചാപ്റ്റർ 6 എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദർ മസ്റ്റ് ബി എ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ ഡെലിവറി, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഗുഡ്സിൻ്റെ ഡെലിവറി നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ഒരാളിൽ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ പൊസഷൻ മാത്രമാണ് മറ്റൊരാളിലേക്ക് കൈമാറുന്നത്. അപ്പോൾ പൊസഷൻ എന്ന് പറയുമ്പം അത് മിയർ കസ്റ്റഡിയിൽ നിന്നും വ്യത്യാസമുണ്ട്.
നമ്മളിപ്പോൾ അതിൻ്റെ പൊസഷൻ കൈമാറാതെ മിയർ കസ്റ്റഡി മാത്രമാണെങ്കിൽ അത് ബെയിൽമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അവിടെ ബെയിൽമെൻറ്റ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സെർവൻറ്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഫർണിച്ചർ യൂസ് ചെയ്യുന്നത്, അവിടെ ബെയിൽമെൻറ്റ് ഇല്ല. അപ്പം മിയർ കസ്റ്റഡി ബെയിൽമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പൊസഷൻ കൈമാറുക എന്നുള്ളത് നിർബന്ധമാണ് ബെയിൽമെൻറ്റിൻ്റെ കേസിൽ. ഡെലിവറി എന്ന് പറയുന്നത് ആക്ച്വൽ ആവാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡെലിവറി ആവാം. ആക്ച്വൽ ഡെലിവറി എന്ന് പറയുമ്പം അവിടെ ഗുഡ്സിൻ്റെ ഫിസിക്കൽ ഹാൻഡ് ഓവർ നടക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഗുഡ്സ് മറ്റൊരാളിലേക്ക് കൈമാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയൽ മറ്റൊരു ടൈലറെ കൊണ്ടുപോയി കൊടുക്കുന്നത്, സ്കൂട്ടർ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത്, അവിടെയൊക്കെ ഗുഡ്സിൻ്റെ ഫിസിക്കൽ ഹാൻഡ് ഓവർ നടക്കുന്നുണ്ട്. അത് ആക്ച്വൽ ഡെലിവറിയാണ്. അതേസമയം ചില സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ ആക്ച്വൽ ഡെലിവറി, ആക്ച്വൽ ആയിട്ടുള്ള ഹാൻഡ് ഓവർ ചെയ്യൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ ഹെവി ആയിട്ടുള്ളൊരു മെഷീൻ, ആ ഒരു മെഷീൻ റിപ്പയർ ചെയ്യണമെങ്കിൽ അത് എവിടെ നിന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ ആക്ച്വൽ ഡെലിവറി നടത്തുന്നില്ല, എന്നാൽ ഒരു ആക്ച്വൽ ഡെലിവറി നടന്നതിൻ്റെ ഒരു ഇഫക്റ്റ് വരുത്താൻ നമുക്ക് സാധിച്ചേക്കാം. ഇപ്പം ആ റൂമിൽ ഇരിക്കുന്ന, ആ മെഷീനറി ഇരിക്കുന്ന റൂമിൻ്റെ കീ അതിൻ്റെ റിപ്പയർ ചെയ്യുന്ന ആളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡെലിവറിയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഡെലിവറിയും ആവാം. എവിടെയും പൊസഷൻ നമ്മൾ കൈമാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദെൻ സ്പെസിഫിക് പർപ്പസ്. നമ്മൾ ഗുഡ്സ് എന്തെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അപ്പം മാത്രമേ അത് ബെയിൽമെൻ്റ് ആവുള്ളൂ. ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, ടെമ്പററി ആയിരിക്കണം. അത് എന്തിനാന്നുള്ളത് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. അതോടൊപ്പം താൽക്കാലികമായിട്ടായിരിക്കണം ഈ ഗുഡ്സിൻ്റെ ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ഈ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി സേഫ് കസ്റ്റഡി, എന്തെങ്കിലും ഒന്ന് സേഫ് കസ്റ്റഡി വെക്കാൻ വേണ്ടിയിട്ടാവാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരു വാല്യുവബിൾ ഐറ്റം നമ്മുടെ അടുത്തുള്ള വിശ്വസിക്കാവുന്ന ഒരു നൈബറിനെ ഏൽപ്പിച്ച് പോകുന്നത്, റിപ്പയറിന് കൊടുക്കുന്നത്, ട്രാൻസ്പോർട്ടേഷന്, യൂസ് ഓഫ് യൂട്ടിലിറ്റി ബൈ ചേഞ്ച് ഇൻ ദ ഫോം, അതിൻ്റെ ഫോം മാറ്റിയിട്ട് ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമാവാം. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ട് ഷർട്ട് തയ്ക്കാൻ ടൈലറുടെ അടുത്ത് പറയുമ്പം അതിൻ്റെ ഫോം മാറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ റൈസ് ഒരു മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഫ്ലോർ ആക്കുന്നത് അതിൻ്റെ ഫോം മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്നതാവാം. അതിൻ്റെ ഫോം മാറ്റിയെന്ന് വിചാരിച്ചിട്ട് അത് ബെയിൽമെൻ്റ് ആവാതിരിക്കുന്നില്ല. Where goods are delivered without any purpose or by mistake to a person, there is no bailment. നമ്മൾ മിസ്റ്റേക്ക് മൂലം മറ്റുമൊക്കെ നമ്മൾ ഒരു പ്രത്യേക പർപ്പസ് ഇല്ലാണ്ട് നമ്മൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ബെയിൽമെൻ്റ് ഇല്ല എന്നാണ് പറയുന്നത്. റിട്ടേൺ ഓഫ് സെയിം ഗുഡ്സ്. ബെയിലി എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കൈമാറിയിട്ടുള്ള ഗുഡ്സ് അതേപോലെ തന്നെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് ബെയിലറുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണ് ബെയിലർ എങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ആ രീതിയിൽ ഡിസ്പോസ് ചെയ്താലും മതിയാവും. There is no contract of bailment if the goods are not returned but its value has to be paid. ഗുഡ്സ് റിട്ടേൺ ചെയ്യാതെ അതിൻ്റെ വാല്യൂ ആണ് തിരിച്ചു കൊടുക്കുന്നത് എങ്കിൽ അവിടെ എന്തില്ല, ബെയിൽമെൻ്റ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ഇല്ല. അവിടെ ഗുഡ്സ് തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. However, if the goods are bailed for creation of utility by altering its form, the goods must be returned accordingly. അതേസമയം നമ്മൾ ബെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫോം ആൾട്ടർ ചെയ്തിട്ട് അതിനൊരു മറ്റൊരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് തരാൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് അതിനനുസരിച്ച് ചെയ്യുകയും വേണം. അല്ലാതെ ഗുഡ്സിന് തത്തുല്യമായിട്ടുള്ളൊരു വാല്യൂ മറ്റെന്തെങ്കിലും പ്രൈസോ കൊടുത്തു കഴിഞ്ഞാൽ അത് ബെയിൽമെൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ബെയിൽമെൻ്റ് എന്ന് പറയുമ്പം അത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആവാം, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആവാം. ഇതുവരെ നമ്മൾ പറഞ്ഞ പല എക്സാമ്പിൾസും ഇംപ്ലൈഡ് കോൺട്രാക്റ്റുകളായിരുന്നു. ദ റിലേഷൻ ഓഫ് ബെയിലർ ആൻഡ് ബെയിലി ഈസ് ദ ക്രിയേഷൻ ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ ക്രിയേഷനാണ് ഈ ബെയിലറും ബെയിലിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ടെക്നിക്കലി ബെയിൽമെൻറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഡെലിവറിങ് ഗുഡ്സ് ടു ദ ബെയിലി. ബെയിലിക്ക് ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി മാത്രമാണ് ബെയിൽമെൻറ്റ്. ആൻഡ് ഇറ്റ് മേ ബി ക്രിയേറ്റഡ് ഈവൻ വിത്തൗട്ട് എ റിട്ടേൺ എഗ്രിമെൻറ്റ്. റിട്ടേൺ എഗ്രിമെൻ്റ് ഇല്ലാതെയും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഓണർഷിപ്പ്. ഇവിടെ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, ബെയിൽമെൻറ്റിൽ ഓണർഷിപ്പ് ആരിൽ തന്നെ റിമൈൻ ചെയ്യും? വിത്ത് ദ പേഴ്സൺ ഹൂ ഡെലിവേഴ്സ് ദ ഗുഡ്സ്. ആണോ ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെയിലർ അല്ലേ. അപ്പോൾ ബെയിലറിൽ തന്നെ ഓണർഷിപ്പ് നിലനിൽക്കും. ഇൻ ബെയിൽമെൻറ്റ് ദർ ഈസ് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ആൻഡ് നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓണർഷിപ്പും കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുവെങ്കിൽ അതിനെ നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നാണ് പറയുക. പിന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗുഡ്സ് ഇൻ ബെയിൽമെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഓൺലി മൂവബിൾ ഗുഡ്സ്
which is in the Sale of Goods Act, which is defined in Sale of Goods Act. മൂവബിൾ ഗുഡ്സിന്മേൽ മാത്രമാണ് ബെയിൽമെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ബെയിൽമെൻറ്റ് അതുകൊണ്ട് തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിങ് ഇതിന്മേലൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ്. ബെയിൽമെൻറ്റ് അതിൽ റിവാർഡിൻ്റെ ബേസിസിൽ, അതുപോലെ തന്നെ അത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദി ബേസ് ഓഫ് റിവാർഡ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗ്രാറ്റുറ്റോസ് ബെയിൽമെൻറ്റ്. ഗ്രാറ്റുറ്റോസ് ബെയിൽമെൻറ്റിനകത്ത് എന്തുണ്ടാവില്ല? കൺസിഡറേഷൻ, റെമ്യൂണറേഷൻ പാർട്ടീസിൻ്റെ ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യില്ല. A gratuitous bailment is one where no consideration or remuneration passes between the bailer and bailee. അവിടെ നമ്മൾ സ്വമേധയാ മറ്റൊരാൾക്ക് ഒരു യൂസ്ഫുൾ ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതാണ് ഗ്രാറ്റുറ്റോസ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ റിട്ടേൺ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചാർജോ മറ്റോ നമ്മൾ ഈടാക്കുന്നില്ല. ഇൻ ദിസ് കേസ് ദ ബെയിലി കീപ്സ് ദ ഗുഡ്സ് ഫോർ ദ ബെയിലർ വിതൗട്ട് എനി ചാർജ് ഓർ റിവാർഡ്. റിവാർഡോ ചാർജോ ഒന്നും ഈടാക്കാതെ ബെയിലർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. For example, lending of a scooter to a friend, borrowing some books from a friend, ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അവിടെ നമ്മൾ റിവാർഡ് അല്ലെങ്കിൽ ചാർജ് ഈടാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ചെയ്യുന്നില്ല. നോൺ ഗ്രാറ്റുറ്റോസ് ബെയിൽമെൻറ്റ് മേൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ഒരു കൺസിഡറേഷൻ രണ്ട് പാർട്ടീസിൻ്റെ ഇടയിൽ പാസ് ചെയ്യുന്നുണ്ട്. ഓൺ ദി കോൺട്രറി ഈസ് വൺ വേർ സം കൺസിഡറേഷൻ പാസസ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബെയിൽമെൻറ്റ് ഫോർ റിവാർഡ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ബെയിൽമെൻറ്റ് ഫോർ റിവാർഡ് എന്നും കൂടെ വിളിക്കും. ഫോർ എക്സാമ്പിൾ, മോട്ടോർ കാർ ലെറ്റ് ഔട്ട് ഫോർ ഹയർ. മോട്ടോർ കാർ ഹയറിന് നമ്മൾ വാടക വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് ഔട്ട് ചെയ്യുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസ് ഓഫ് ബെനിഫിറ്റ് ഡിറൈവ്ഡ്. ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് വരുന്നത് ബെയിൽമെൻറ്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലർ. ബെയിലറുടെ മാത്രം ഗുണത്തിന് വേണ്ടിയിട്ടുള്ള ബെയിൽമെൻറ്റ് ഉണ്ടാവാം. നോക്കാം. ഇറ്റ് ഈസ് ബെയിൽമെൻറ്റ് വേർ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദ ബെയിലർ ടു ദ ബെയിലി ഓൺലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ബെയിലർ ഹിംസെൽഫ്. ബെയിലറുടെ മാത്രം ആവശ്യത്തിനാണ്. ആൻഡ് ദ ബെയിലി ഡസ് നോട്ട് ഡിറൈവ് എനി ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. ബെയിലിക്ക് അതിന് യാതൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഇറ്റ് മേ ബി ഇൻ ദ കേസ് ഓഫ് എപ്പോഴേക്കാവും സേഫ് കസ്റ്റഡി, ഇല്ലേ? ഇപ്പോൾ നമ്മൾ ഗുഡ്സ് നമ്മുടെ നൈബറിൻ്റെ അടുത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നൈബറിൻ്റെ അടുത്ത് സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. അവിടെ നമ്മളാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെയിലറാണ്. അത് കൈവശം വെക്കുന്ന അവർ ബെയിലിയാണ്. അവിടെ പ്രത്യേകിച്ച് റിവാർഡൊന്നും നമ്മൾ കൊടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്ക് ബെയിലർക്ക് മാത്രമാണ് ഗുണമുള്ളത്. ദെൻ ബെയിൽമെൻറ്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലി. ബെയിലിയുടെ മാത്രം ഒരു ഗുണത്തിന് വേണ്ടിയിട്ടുള്ള ബെയിൽമെൻറ്റ് ഉണ്ടാവാം. വേർ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദി ബെയിലർ ടു ദ ബെയിലി ഓൺലി ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലി. ബെയിലിയുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ് മേ ബി ഇൻ ദ കേസ് ഓഫ് ഡെലിവറി ഓഫ് തിങ് ടു സം വൺ എൽസ് ഫോർ ഈസ് യൂസ് വിതൗട്ട് എനി ചാർജ്. നമ്മൾ ചാർജ് ഒന്നും ഈടാക്കാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ലെൻഡിങ് എ സ്കൂട്ടർ ടു എ റിലേറ്റീവ് ഫോർ സം ടൈം വിതൗട്ട് എനി ചാർജ്. പൈസ ഒന്നും വാങ്ങിക്കാതെ നമ്മുടെ റിലേറ്റീവിന് നമ്മുടെ സ്കൂട്ടർ ഒന്ന് കുറച്ച് നേരത്തിന് കൊടുക്കുന്നത്. അത് നമ്മളാണ് അവിടെ ബെയിലർ. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ബെയിലിക്ക് മാത്രമാണ് അവിടെ ഗുണം ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ബെയിൽമെൻറ്റ് ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് ബോത്ത് ദ ബെയിലർ ആൻഡ് ബെയിലി. ബെയിലർക്കും ബെയിലിക്കും ഒരുപോലെ ഗുണം ഉണ്ടാക്കുന്ന ബെയിൽമെൻറ്റ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും എന്തെങ്കിലും ഒരാൾ കൺസിഡറേഷൻ കിട്ടുന്നുണ്ടാവും. It is bailment where goods are delivered by the bailor to the bailee for the mutual benefit of both of them. രണ്ടുപേരും മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ബെയിൽമെൻ്റ് ആണ്. ഇൻ ദിസ് കേസ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഡൺ വിത്ത് സം കൺസിഡറേഷൻ. എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടായിരിക്കും ഇവിടെ ഡെലിവറി നടക്കുന്നത്. എക്സാമ്പിൾ, ഗിവിങ് എ ക്ലോത്ത് ടു എ ടൈലർ ഫോർ സ്റ്റിച്ചിങ് എ ഷർട്ട്, അല്ലേ? നമ്മൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ ക്ലോത്ത് കൊടുക്കുമ്പോൾ അത് തിരിച്ച് ഷർട്ട് വാങ്ങിക്കുമ്പോൾ നമ്മളവിടെ അതിന് തുല്യമായ എമൗണ്ട് നമ്മൾ ഫീസായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗിവിങ് എ സ്കൂട്ടർ ഫോർ റിപ്പയറിന് കൊടുക്കുമ്പോൾ ഒക്കെ നമ്മളോട് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ബെയിൽമെൻറ്റ് മേ ബി വോളണ്ടറി ഓർ ഇൻവോളണ്ടറി. വോളണ്ടറി ബെയിൽമെൻറ്റും ഉണ്ട്, ഇൻവോളണ്ടറി ബെയിൽമെൻറ്റും ഉണ്ട്. വോളണ്ടറി ബെയിൽമെൻറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് ആൻ എക്സ്പ്രസ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ടീസ്. പാർട്ടീസിൻ്റെ ഇടയിലുള്ള ഒരു എക്സ്പ്രസ് കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് ഓറലോ റിട്ടേണോ ഒക്കെ ഫോമിലായിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ് വോളണ്ടറി ബെയിൽമെൻറ്റ്. അതേസമയം വേറെ ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ് അറൈസസ് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ.
നിയമത്തിൻ്റെ ആ ഒരു പ്രവർത്തനം മൂലം ഉണ്ടായിത്തീരുന്ന ബെയിൽമെൻറ്റാണ് ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ബെയിലറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ബെയിലറുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ലാബിലിറ്റീസ് എന്നൊക്കെ പറയാം. അതെന്താണെന്നുള്ളത് നോക്കാം. ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾസ് ഇൻ ഗുഡ്സ് ബെയിൽഡ്. നമ്മൾ ബെയിൽ ചെയ്യുന്ന ആ ഗുഡ്സിൻ്റെ മിസ്റ്റേക്സ്, ഫോൾട്ട്, ഡിഫക്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. എ ഗ്രാറ്റിറ്റ്യൂസ് ബെയിലർ ഈസ് ബൗണ്ട് ടു ഡിസ്ക്ലോസ് to the bailee all those defects of which he is aware and which expose the bailee to extraordinary risks. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻ്റ് ആണ് എങ്കിൽ അവിടെ ബെയിലർ അയാൾക്ക് അയാൾക്ക് ബോധ്യമുള്ള എല്ലാ ഡിഫക്റ്റുകളും വെളിപ്പെടുത്തിയിരിക്കണം. അതുപോലെ മറ്റേയാൾക്ക് എക്സ്ട്രാ ഓർഡിനറി റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻ്റ് ആകുന്നതുകൊണ്ട് തന്നെ അവിടെ അവെയർ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നില്ല, അറിയിക്കണം എന്നില്ല. അവെയർ അല്ലാത്ത കാര്യങ്ങൾ മൂലം ഒരു ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ബെയിലർ ഉത്തരവാദിയല്ല. നേരെ മറിച്ച് അല്ലാത്ത എല്ലാ ഡാമേജുകൾക്കും ആര് ഉത്തരവാദിയായിരിക്കും? ഇത് ഡിസ്ക്ലോസ് ചെയ്യാതെ വല്ല ഡാമേജും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മളുടെ ബെയിലർ ഉത്തരവാദിയായിരിക്കും എന്നാണ് പറയുന്നത്. ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാമേജസ് അറൈസിങ് ടു ദ ബെയിലി ഫ്രം സച്ച് ഡിഫക്ട്സ്. ഇനി ദ ഡ്യൂട്ടി ഓഫ് ബെയിലർ ഫോർ റിവാർഡ്. അതിന് മറ്റൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നതായിരുന്നു നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് അല്ലേ. റിവാർഡിന് വേണ്ടിയുള്ള ബെയിൽമെൻറ്റ് പറയുമ്പോൾ അത് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻ്റ് ആണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി ഒന്നുകൂടെ കൂടും. ഹി മസ്റ്റ് സീ ദാറ്റ് ദ ഗുഡ്സ് വിച്ച് ഹി ഗിവ്സ് ഓൺ ഹയർ ആർ സേഫ്. നമ്മൾ ഹയറിനോ മറ്റോ കൊടുക്കുന്ന ഗുഡ്സ് സേഫ് ആണെന്നുള്ളത് അയാൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവിടെ അയാൾക്ക് അതിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അറിയാത്ത ഒരു ഡിഫക്റ്റ് ആയിരുന്നു എന്നൊന്നും പറഞ്ഞ് പ്ലീഡ് ചെയ്യാൻ പറ്റില്ല. ഹി കനോട്ട് പ്ലീഡ് ദാറ്റ് ഹി വാസ് നോട്ട് അവെയർ ഓഫ് ദി ഡിഫക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുതിര, അയാളുടെ ഒരു കുതിരയെ മറ്റൊരാൾക്ക് ബിക്ക് ലെൻഡ് ചെയ്തു. അത് വളരെ വിഷ്യസ് ആണ്, വളരെ അപകടകാരിയായിട്ടുള്ള ഒന്നാണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് അയാൾ അവെയർ ആയിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ബിയോട് പറഞ്ഞില്ല. ബി പിന്നെ ഹോഴ്സിനെ റൺ ചെയ്യുകയും ബി തെറിച്ച് വീഴുകയും ഇഞ്ചേർഡ് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അവെയർ ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാതെ വെച്ചതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും. അതിനുള്ള കോമ്പൻസേഷൻ എത്ര വെച്ചാൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു ക്യാരേജ് ഉണ്ട്, അത് ബി ഹയർ ചെയ്തിട്ടുണ്ട്, ബി വാടകയ്ക്ക് എടുത്തു. പക്ഷേ ആ ക്യാരേജ് സേഫ് ആയിരുന്നില്ല, അൺസേഫ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അതിനെക്കുറിച്ച് ബിക്ക് എക്ക് അറിയൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ബിക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനാര് റെസ്പോൺസിബിൾ ആയിരിക്കും? റെസ്പോൺസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവെയർ അല്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂടി അവിടെ റിവാർഡുള്ള നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആയിട്ടുള്ള ഒരു ബെയിൽമെൻ്റ് ആണ്. ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അയാൾ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് ബാധ്യസ്ഥനായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഡ്യൂട്ടി ടു ബെയർ എക്സ്പെൻസസ്. ഇപ്പം ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബെയിലി പ്രത്യേകിച്ച് റെമ്യൂണറേഷനൊന്നും റിസീവ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം അവിടെ ബെയിലിക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ എക്സ്പെൻസുകളോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണലായിട്ടും അല്ലാത്ത എക്സ്പെൻസുകളും ആര് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും? ബെയിലർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീൻ്റെ അടുത്ത് എൻ്റെ ഗോട്ടിനെ ഏൽപ്പിക്കുകയാണ് സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്നേരത്ത് ബീനെ സംബന്ധിച്ചിടത്തോളം അതിന് ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അതൊരു ഓർഡിനറി എക്സ്പെൻസ് ആണ്. പിന്നെ കൂടാതെ ബിക്ക് എന്തുണ്ടായി? ഗോട്ടിന് അസുഖം വന്നു, അങ്ങനെ ബിക്ക് കുറേ മെഡിക്കൽ എക്സ്പെൻസും കൂടെ വന്നു. അത് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇപ്പോൾ ഫുഡ് കൊടുക്കുക, ഫീഡ് ചെയ്യുക എന്നുള്ള ഒരു എക്സ്പെൻസും ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസും രണ്ടും ആര് മീറ്റ് ചെയ്യേണ്ടതുണ്ട്? ബെയിലർ മീറ്റ് ചെയ്യേണ്ടതുണ്ട്, ബെയിലർ കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻ്റ് ആണെങ്കിലോ അവിടെ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് മാത്രമേ ബെയിലർ ബെയർ ചെയ്യേണ്ടതുള്ളൂ. ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു ബെയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഓൺലി. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ആ മെഡിക്കൽ എക്സ്പെൻസ് മാത്രമേ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ? ബെയിലർ കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ ഡ്യൂട്ടി ടു ഇൻഡംനിഫൈ ദ ബെയിലി ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ബെയിൽഡ്. ഇങ്ങനെ ബെയിൽ ചെയ്ത ഗുഡ്സിൻ്റെ ടൈറ്റിൽ യഥാർത്ഥത്തിൽ ഇല്ല, അതിൻ്റെ കാര്യത്തിലൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് ബെയിലിക്ക് വല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആര് പരിഹരിക്കേണ്ടതുണ്ട്? ബെയിലർ പരിഹരിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബെയിലറുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ലാബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിക്ക് ഒരു കാർ ഏൽപ്പിക്കുന്നു. ആക്ച്വലി അതിൻ്റെ ഓണറല്ല.
പക്ഷേ ഇതിൻ്റെ ഓണർ സി ആയിരുന്നു. സി അത് അറിയുകയും പിന്നീട് സി വന്നിട്ട് ബീൻ്റെ അടുത്ത് കാറ് കളക്ട് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ബീൻ്റെ അടുത്ത് ഒരു കോമ്പൻസേഷൻ കോടതി വഴി വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് എ ആക്ച്വലി ബെയിൽമെൻറ്റിന് അർഹനല്ല, അതിൻ്റെ ഓണർ അല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഈ ബിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടം, ആ ഒരു കോമ്പൻസേഷൻ എല്ലാം ആര് കൊടുക്കേണ്ടതുണ്ട്? നമ്മുടെ എ എന്ന് പറയുന്ന ബെയിലർ കൊടുക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഗുഡ്സ് ബെയിൽമെൻറ്റിനുള്ള അവകാശം ഇല്ലാതിരിക്കുക, ഗുഡ്സ് തിരിച്ചു വാങ്ങുന്നതിനുള്ള അവകാശം ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളൊന്നും ബെയിലർക്ക് ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ദെൻ ഡ്യൂട്ടി ടു ഇൻഡംനിഫൈ ബെയിലി ഫോർ എക്സസ് ലോസ്. ഇവ എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് പർപ്പസിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈമിലേക്കാണ് നമ്മൾ ഗ്രാറ്റുറ്റീസ് ബെയിൽമെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്ന് വെക്കുക. എന്നിട്ട് ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ബെയിലർ കമ്പൽ ചെയ്യുകയാണ്, ഗുഡ്സ് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബെയിലർ കമ്പൽ ചെയ്യുകയാണെങ്കിൽ ബെയിലർ മസ്റ്റ് ഇൻഡംനിഫൈ ദ ബെയിലി ഫോർ എനി ലോസ് വിച്ച് എക്സീഡ്സ് ദ ബെനിഫിറ്റ് ആക്ച്വലി ഡിറൈവ്ഡ് ബൈ ദ ബെയിലി. ബെയിലിക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റിനേക്കാളും അതിൽ ലോസ് ബെയിലിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ആര് ഇൻഡംനിഫൈ ചെയ്യണം? ബെയിലർ ഇൻഡംനിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ത് ചെയ്തു? ബിക്ക് ഒരു കാറ്, അയാളുടെ കാറ് ഒരു മാസത്തേക്ക് കൊടുത്തു. പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കാതെയാണ് കൊടുത്തത്. പക്ഷേ അതൊരു വർക്കിംഗ് ഓർഡറിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബി അതിന് എന്ത് ചെയ്തിട്ട് റിപ്പയർ ചാർജ് ഇനത്തിലൊക്കെ 2000 രൂപ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസത്തിനാണല്ലോ കിട്ടിയിട്ടുള്ളത്. ബി അത് ഉപയോഗിച്ചത് 20 ദിവസമൊക്കെ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ അയാൾ ചിലവാക്കിയത് 2000 ആണ്. അവർ 20 ദിവസം ഉപയോഗിച്ചപ്പോൾ ഏകദേശം ഒരു 1500 രൂപക്കുള്ള ഒരു ബെനിഫിറ്റ് ഒക്കെ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ 20 ദിവസം കഴിഞ്ഞ് 21ാമത്തെ ദിവസം ആര് തിരിച്ചു ചോദിച്ചു? കാറ് എ തിരിച്ചു ചോദിച്ചു. അപ്പോൾ അന്നേരത്ത് ബീനെ സംബന്ധിച്ചിടത്തോളം 2000 ചിലവാക്കിയെങ്കിലും 1500 ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. 500 രൂപ അവിടെ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ 500 രൂപ നഷ്ടം ആര് നികത്തി കൊടുക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്? ബെയിലറായിട്ടുള്ള എ നികത്തി കൊടുക്കണമെന്നാണ് പറയുന്നത്. ദെൻ ഡ്യൂട്ടി ടു ബെയർ നോർമൽ റിസ്ക്. ഡ്യൂട്ടി ടു ബെയർ നോർമൽ റിസ്ക്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഗുഡ്സ് ബെയിൽമെൻറ്റ് നടത്തി, അതായത് ഡെലിവർ ചെയ്തു, ബെയിലിയുടെ കയ്യിലിരിക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഡിസ്ട്രക്ഷൻ, ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ ഒരു നോർമൽ ലോസ് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് ആരേറ്റെടുക്കേണ്ടതുണ്ട്? ബെയിലർ ഏറ്റെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇപ്പം ആ ബെയിലിയുടെ ഇതേപോലത്തെ ഒരു ഗുഡ്സ് നമ്മൾ ബെയിൽമെൻറ്റ് പ്രകാരം കൊടുത്ത അതേപോലത്തെ ഒരു ഗുഡ്സ്, അതേ ക്വാളിറ്റിയിൽ ഒക്കെയുള്ളൊരു ഗുഡ്സ് അയാൾ എത്രത്തോളം കെയറോടുകൂടി, ഒരു സാധാരണ മനുഷ്യൻ എത്രത്തോളം കെയറോടുകൂടി കൊണ്ടു നടക്കുന്നുവോ അതേ ശ്രദ്ധയോടുകൂടി അയാൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗുഡ്സ് നോക്കിയിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ലോസാണ് ഇത് എങ്കിൽ അത് സഹിക്കേണ്ടത് ആരാണ്? നമ്മുടെ ബെയിലറാണ് എന്നാണ് പറയുന്നത്. ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ് ബെയിൽഡ്. നമ്മുടെ ആ ഒരു ബെയിൽമെൻറ്റ് പീരിയഡ് തീർന്നാൽ, എക്സ്പയറി ആയി കഴിഞ്ഞാൽ പിന്നീട് ബെയിലി ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ അത് തിരിച്ചു വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് അത് നിരസിക്കുകയാണെങ്കിൽ അത് പിന്നീട് തുടർന്നും കൈവശം വെക്കുന്നത് മൂലം ബെയിലിക്ക് വല്ല നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനാര് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും? ബെയിലർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിതുവരെ നോക്കിയത് ബെയിലറുടെ ഡ്യൂട്ടീസ് ഓർ ലാബിലിറ്റീസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബെയിലിയുടെ ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നോക്കാം. ടേക്ക് റീസണബിൾ കെയർ. വളരെ ന്യായമായിട്ടുള്ള രീതിയിലൊരു ശ്രദ്ധ ഏൽപ്പിച്ച വസ്തുവിന് ആര് കൊടുക്കേണ്ടതുണ്ട്? ബെയിലി കൊടുക്കേണ്ടതുണ്ട്. അതേ ക്വാളിറ്റിയിലുള്ള അതേ സൈസിലുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു ഗുഡ്സ് അയാൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുമായിരുന്നു, അതേ ശ്രദ്ധയോട് കൂടിയിട്ട് ബെയിലി ആ ഗുഡ്സിന് കെയർ ചെയ്യേണ്ടതുണ്ട്. അയാളുടെ നെഗ്ലിജൻസ് മൂലം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോസിന് ആര് ലാബിളായിരിക്കും? ബെയിലി ലാബിളായിരിക്കും. ചിലപ്പം നമ്മുടെ കൺട്രോളിലില്ലാത്ത അൺകൺട്രോളബിൾ ആയിട്ടുള്ള വല്ല ഫാക്ടർ ഉണ്ടായേക്കാം. അത്തരം ഇവൻ്റ് മൂലം ഉണ്ടാകുന്ന കേടുകൾക്ക്, ഡിസ്ട്രോയ് ചെയ്യുകയോ ഡാമേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഡാമേജസിന് ആര് ലാബിളായിരിക്കില്ല? ബെയിലി ലാബിളായിരിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ്, വാറ്, അതുപോലെ ഫ്ലഡ്, അങ്ങനെ എർത്തക്കൊക്കെ അതൊക്കെ മൂലം ഉണ്ടാകുന്ന നഷ്ടത്തിന് ആരും ഉത്തരവാദിയല്ല? ബെയിലി ഉത്തരവാദിയല്ല എന്നാണ് പറയുന്നത്. നോട്ട് ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ്. നമ്മൾ ബെയിൽ ചെയ്ത ആ ഒരു ഗുഡ്സ് നമ്മളുടെ ബെയിലറുടെ കണ്ടീഷൻ അനുസരിച്ച്, അയാളുടെ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ബെയിലിക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ഒരു രീതിയിൽ അത് യൂസ് ചെയ്ത് വല്ല നഷ്ടവും ഉണ്ടാവുകയാണെങ്കിൽ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ് ബെയിൽഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ഡാമേജസ് ടു ദ ഗുഡ്സ്
ആൻഡ് മസ്റ്റ് പേ ദ കോമ്പൻസേഷൻ ടു ദ ബെയിലർ. എല്ലാ നഷ്ടത്തിനും അയാൾ ഉത്തരവാദിയായിരിക്കും, അയാൾ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബിക്ക് അയാളുടെ സ്കൂട്ടർ ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്, വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്ത്. പക്ഷേ ബി അതെന്ത് ചെയ്തു, അയാളുടെ ഫ്രണ്ടായ സിക്ക് ഉപയോഗിക്കാൻ കൊടുത്തു, ആക്സിഡൻ്റ് ആയി, ഡാമേജ് വന്നു. ആര് നഷ്ടം പരിഹരിക്കേണ്ടതായിട്ട് വരും? ഇവിടുത്തെ ബെയിലി ആയിട്ടുള്ള ബി, ബെയിലറായിട്ടുള്ള എക്ക് നഷ്ടം പരിഹരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ദെൻ നോട്ട് ടു മിക്സ് ബെയിലേഴ്സ് ഗുഡ്സ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. ബെയിലറുടെ ഗുഡ്സ് ബെയിലിയുടെ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ബെയിലിയുടെ ഒരു ഡ്യൂട്ടിയാണത്. അപ്പം ബെയിലി മസ്റ്റ് നോട്ട് മിക്സ് ദ ഗുഡ്സ് ഓഫ് ദ ബെയിലർ വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ അയാളുടെ ഗുഡ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇഫ് ഹി മിക്സസ് ബെയിലേഴ്സ് ഗുഡ്സ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ് ഹിസ് ഡ്യൂട്ടീസ് മേ ബി ആസ് ഫോളോസ്. ഇനി അഥവാ മിക്സ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസ് 3 രീതിയിൽ വരും. നോക്കാം. മിക്സ്ചർ വിത്ത് ബെയിലേഴ്സ് കൺസെൻറ്റ്. ബെയിലറുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് എങ്കിൽ, ബോത്ത് ബെയിലർ ആൻഡ് ബെയിലി 2 പേരും സമ്മതിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ബോത്ത് ദ ബെയിലർ ആൻഡ് ബെയിലി ഷാൾ ഹാവ് പ്രൊപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ മിക്സ്ചർ ദസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഉണ്ടായ മിക്സ്ചറിൽ ബെയിലിക്കും ബെയിലർക്കും ഒരേപോലെ താല്പര്യം ഉണ്ടായിരിക്കണം. ദെൻ മിക്സ്ചർ വിതൗട്ട് ദ കൺസെൻറ്റ് ബട്ട് ഗുഡ്സ് ആർ സെപ്പറബിൾ. നമ്മുടെ ബെയിലറുടെ സമ്മതത്തോടു കൂടിയല്ല മിക്സ് ചെയ്തത്, പക്ഷേ ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് പിന്നീട് കൈമാറുന്നതിനുള്ള മുഴുവൻ ചിലവ് ആര് വഹിക്കേണ്ടതായിട്ട് വരും? ബെയിലി വഹിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ അയാളുടെ അടുത്തുള്ള ഒരു 500 ബാഗ് ACC സിമെൻറ്റ് ബീനെ ഏൽപ്പിച്ചു. ബി അയാളുടെ കയ്യിലുള്ള കുറേ മലബാർ സിമെൻറ്റ് ബാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് വെച്ചു. പിന്നീട് എ അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് എക്ക് കൊടുക്കുമ്പോൾ 500 ബാഗും തിരഞ്ഞു പിടിച്ച് കൊടുക്കാനുള്ള മുഴുവൻ ചിലവും ആര് വഹിക്കേണ്ടതായിട്ട് വരും? ബെയിലി ആയിട്ടുള്ള നമ്മുടെ ബി വഹിക്കേണ്ടതായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ മിക്സ്ചർ വിതൗട്ട് കൺസെൻറ്റ് ബട്ട് കനോട്ട് ബി സെപ്പറേറ്റഡ്. നമുക്ക് ആ ഒരു ഗുഡ്സ് മിക്സ് ചെയ്യാൻ അനുമതിയില്ല, പക്ഷേ മിക്സ് ചെയ്തു, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല എങ്കിൽ ബെയിലി ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ദ ബെയിലർ ഫോർ ദ ലോസ് ഓഫ് ഗുഡ്സ്. അത്തരം ഗുഡ്സിൻ്റെ ആ നഷ്ടത്തിന് ആര് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും? ബെയിലി കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ നോട്ട് ടു സെറ്റപ്പ് ആൻഡ് അഡ്വേഴ്സ് ടൈറ്റിൽ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലി നോട്ട് ടു ഡിനൈ ദ ടൈറ്റിൽ ഓഫ് ദ ബെയിലർ. ബെയിലറുടെ ഉടമസ്ഥാവകാശം നിഷേധിക്കാനുള്ള അവകാശം ആർക്കില്ല? ബെയിലിക്കില്ല. അതുപോലെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ബെയിലിക്കുണ്ട്. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് ഓൺലി ടു ദ ബെയിലർ. ബെയിലർക്ക് മാത്രമേ ആ ഒരു ഗുഡ്സ് തിരിച്ചു കൊടുക്കാവൂ. ഈവൻ ദോ എനി തേർഡ് പേഴ്സൺ ഈസ് ക്ലെയിമിംഗ് ദ ടൈറ്റിൽ ഓവർ ദം. അതിന് അവകാശം ഉന്നയിച്ച് വേറെ വല്ലവരും വന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഗുഡ്സ് അത് ആരാണോ ബെയിലറായിട്ടുള്ള വ്യക്തി അയാൾക്ക് തിരിച്ചു കൊടുക്കാവൂ, അല്ലാതെ മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ഡ്യൂട്ടി ടു റിട്ടേൺ എനി അക്രീഷൻ. എന്തെങ്കിലും നമ്മൾ കൊടുത്ത ആ ഒരു പ്രോഡക്റ്റ് മേൽ, വസ്തുവിന്മേൽ എന്തെങ്കിലും ഒരു അഡീഷണൽ പ്രോഫിറ്റൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും കൂടെ ആര് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്? ബെയിലി തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കോൺട്രാക്റ്റ് ഒന്നും ഇല്ല എങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദ കോൺട്രറി, എന്തെങ്കിലും അഡീഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളത് തിരിച്ചു തരണം എന്നില്ല, ഞാൻ തന്ന മുതൽ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നില്ല. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഒന്നും പറയാത്ത പക്ഷം എന്തെങ്കിലും ഒരു പ്രോഫിറ്റോ മറ്റോ അക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യസ്ഥത ആർക്കുണ്ട്? ബെയിലിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ അയാളുടെ പശുവിനെ ബീനെ ഏൽപ്പിച്ചു, അത് പിന്നീട് ഒരു പശുക്കിടാവും കൂടെ ഉണ്ടായി. അപ്പോൾ അന്നേരത്ത് ബി തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പശുവിനെയും ആ പശുക്കുട്ടിയെയും ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും? നമ്മുടെ എക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ദെൻ ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ്. ഗുഡ്സ് തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലി ടു റിട്ടേൺ ഓർ ഡെലിവർ ദ ഗുഡ്സ് ബെയിൽഡ് അക്കോർഡിംഗ് ടു ദ ബെയിലേഴ്സ് ഡയറക്ഷൻ വിതൗട്ട് ഡിമാൻഡ് ആസ് സൂൺ ആസ് ദ ടൈം ഫോർ വിച്ച് ദ വർ ബെയിൽഡ് ഹാസ് എക്സ്പയർഡ്. നമ്മൾ ആ ബെയിൽമെൻറ്റ് പീരീഡ് എക്സ്പയർ ആകുന്ന സമയത്തോ ഓർ ദ പർപ്പസ് ഫോർ വിച്ച് ദ വർ ബെയിൽഡ് ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്, ആ ബെയിൽമെൻറ്റിൻ്റെ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യുന്നതോട് കൂടിയിട്ടോ നമ്മൾ ബെയിലർക്ക് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഒന്നിൽ കൂടുതൽ ജോയിൻ്റ് പ്രോമിസസ് ബെയിലേഴ്സ് ഉണ്ട് എങ്കിൽ ബെയിലി, പ്രത്യേകിച്ച് ഒരു കോൺട്രാക്റ്റ് ഒന്നും അവിടെ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ബെയിലർക്ക് തിരിച്ചു കൊടുത്താൽ മതിയാവും.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റൈറ്റ്സ് ഓഫ് വെയിലർ ഉണ്ട്, റൈറ്റ്സ് ഓഫ് ബെയിലി, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് ലീൻ, അതുപോലെ ഇതിൻ്റെ ബെയിൽമെൻറ്റിൻ്റെ ടെർമിനേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും